ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സെക്ഷൻ 4.6 ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. 4.6 സെക്ഷൻ്റെ നെയിം ചേഞ്ച് ഓഫ് ബേസിസ് ആണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ഒക്കെ പഠിച്ചാണ്. ഈ വീഡിയോയിൽ ചേഞ്ച് ഓഫ് ബേസിസ് ഇതാണ് സെക്ഷൻ നെയിം. ഇതിൽ ഈ സെക്ഷനിൽ നമുക്കാകെ പഠിക്കാനുള്ളത് ഒരൊറ്റ ടൈപ്പ് പ്രോബ്ലം മാത്രം. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ ഈ സെക്ഷൻ ക്ലിയർ ആണ്. പിന്നെ തുടർന്ന് വരുന്ന വീഡിയോസിൽ ചെയ്യുന്നത് കൂടുതൽ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നു. പ്രോബ്ലം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. R2 കൺസിഡർ ചെയ്യാം. വെക്റ്റർ സ്പേസ് R2. കൺസിഡർ ദ വെക്റ്റർ സ്പേസ് V is equal to R2. ഈ R2ൻ്റെ ഒരു ബേസിസ് ഞാൻ എഴുതാം. ഒരു ബേസിസ് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതാം. B is equal to സ്റ്റാൻഡേർഡ് ബേസിസ് നമുക്കറിയാലോ. സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 1 നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, ഞാൻ R2ൻ്റെ മറ്റൊരു ബേസിസ് കൂടെ എഴുതാൻ പോവാം. മറ്റൊരു ബേസിസ്, ആ ബേസിസ് ഞാൻ പേര് കൊടുക്കുന്നത് B' എന്നാണ്. B' is equal to 1 1 1 1 2 1. ഇത് മറ്റൊരു ബേസിസാണ്. അത് മറ്റൊരു ബേസിസ് ആണോ എന്നൊക്കെ ബേസിസ് ആണോ ഒക്കെ വെരിഫൈ ചെയ്യാൻ നമുക്ക് എളുപ്പമായി. R2ൻ്റെ ഡയമെൻഷൻ 2 അല്ലേ? ഇതൊരു 2 എലമെന്റ് സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ബേസിസ് ആണോ നോക്കാൻ രണ്ട് കാര്യങ്ങളെ വെരിഫൈ ചെയ്യേണ്ടുള്ളൂ. ഒന്നുകിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ സ്പാനിങ് ആണോ നോക്കിയാൽ മതി. സ്പാനിങ് സെറ്റ് ആണെന്ന് സാധാരണയായിട്ട് ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം, സ്പാനിങ് സെറ്റും ആവണം. പക്ഷെ നമുക്കറിയാം ബേസിസിന് ഈക്വൽ നമ്പർ ഓഫ് എലമെൻ്റ് ഉള്ള സബ്സെറ്റ് ഡയമെൻഷന് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് ബേസിസ് ആയി മാറണമെങ്കിൽ ഒന്നുകിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി, അല്ലെങ്കിൽ സ്പാനിങ് സെറ്റ് ആയാൽ മതി. നമുക്ക് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് നോക്കാം. 1 1 2 1 അല്ലേ? 2 എലമെൻറ്റ്സ് ഉള്ള സെറ്റ് അല്ലേ? 2 വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഈസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ അല്ലേ? ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ 1 1 2 1 അല്ലേ? ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഈ എലമെൻറ്റിന് 2 കൊണ്ട് മൾട്ടിപ്പിൾ ഇത് കിട്ടും, പക്ഷെ ഇവിടെ കിട്ടില്ലല്ലോ. ഇല്ല, മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഡയമെൻഷൻ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇംപ്ലൈസ് ദിസ് വൺ ഈസ് എ ബേസിസ്. ഓക്കെ, അപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിക്കുന്നത് R2ൻ്റെ 2 ബേസിസാണ്. ഇതൊക്കെ പ്രോബ്ലത്തിൽ തരും. 2 ബേസിസ് ആണ് ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിൻ്റെ കോർഡിനേറ്റ്സ് കാണാം? കോർഡിനേറ്റ്സ് മുമ്പ് പഠിച്ച കോർഡിനേറ്റ് ഓഫ് എ വെക്ടർ റിലേറ്റ് ടു എ ബേസിസ് അതെങ്ങനെയാണ് കാണാം? ഫോർ എക്സാമ്പിൾ, ഞാനൊരു വെക്ടർ എടുക്കാം. ഒരു വെക്ടർ V ചൂസ് ചെയ്യാം. ഈ R2ൽ നിന്ന് ഒരു വെക്ടർ ഞാൻ ചൂസ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു വെക്ടർ എടുക്കാം. നമുക്ക് തൽക്കാലം നമുക്ക് 5 3 എന്ന് എടുക്കാം. 5 3 എന്നുള്ള വെക്ടർ എടുക്കാം. ആ വെക്ടറിനെ ഞാൻ V എന്ന് പേര് വിളിക്കാൻ പോവാം. V. എങ്ങനെയാണ് ഈ Vയുടെ കോർഡിനേറ്റ്സ് കാണാം റിലേറ്റീവ് ടു ഏത് ബേസിസാ? 2 ബേസിസും ഉണ്ട്. ഈ ബേസിസും ഉണ്ട്, ഈ ബേസിസും ഉണ്ട്. ഞാനത് എങ്ങനെ നമ്മൾ കാണാറ്? ആദ്യം ഇത് പറ. ഹൗ കാൻ യു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് വെക്ടർ റിലേറ്റീവ് ടു ദിസ് ബേസിസ്? കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വെക്ടറിനെ ബേസിസ് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുക. ഇതിന്റെ കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ദിസ് ബേസിസ് ആണെങ്കിൽ യു എക്സ്പ്രസ് ദിസ് വെക്ടർ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 വെക്ടേഴ്സ്. ആ വരുന്ന കോഎഫിഷ്യൻസ് ആയിരിക്കും കോർഡിനേറ്റ്സ്. In order to find the coordinate of this vector related to this basis, you express this vector as a linear combination of these 2 vectors. അപ്പോൾ അങ്ങനെ എഴുതും. 5 3 is equal to C1 into 1 1 plus C2 into 2 1. എന്നിട്ട് ആ C1 ഉം C2 ഉം കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും കോർഡിനേറ്റ് വെക്ടർ റിലേറ്റീവ് ടു ദിസ് ബേസിസ്. അതുപോലെ ഇതും കണ്ടുപിടിക്കാം. ശരിയല്ലേ? നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അത് കണ്ടുപിടിക്കുക എന്നുള്ള അല്ല എയിം, പക്ഷേ മുമ്പ് പഠിച്ചു കഴിഞ്ഞ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്യാൻ പോവാം. റൈറ്റ് സൈഡിലാണ് ചെയ്യുന്നത്. ഈ ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് കോർഡിനേറ്റ് ഓഫ് V റിലേറ്റീവ് ടു B' ആണ് കാണുന്നത്. അങ്ങനെ B' കാണണമെങ്കിൽ നിങ്ങൾ ഈ വെക്ടറിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. സോ എങ്ങനെ എഴുതും? നമ്മൾ എങ്ങനെ എഴുതാം? 5 3 is equal to C1 into 1 1 plus C2 into 2 1 is equal to C1 into
1 പ്ലസ് C2 ഇൻറ്റു 2 1 എന്ന് എഴുതാം. ഇത് സിസ്റ്റമാക്കി മാറ്റുക. അപ്പം എന്താ കിട്ടുക? C1 പ്ലസ് 2C1 ഇസിക്കൽ 5, അതുപോലെ C1 പ്ലസ് C2 ഇസിക്കൽ 3 നമുക്ക് കിട്ടും അല്ലേ? അതിനുശേഷം നമ്മൾ മെട്രിക്സ് ആക്കി മാറ്റുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇങ്ങനെ കിട്ടുക 1 1 2 1 5 3. റോ റിഡക്ഷൻ നടത്താം. നമ്മുടെ എയിം എന്താണ്? കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടാൽ മതി. മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. റോ റിഡക്ഷൻ നടത്താം. 1 2 5 1 minus 1 0 1 minus 2 minus 1 3 minus 5 minus 2. ശരിയല്ലേ? സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ നമുക്ക് കിട്ടുക മൈനസ് C2 is equal to minus 2 or C2 is equal to C2 is equal to 2 ആ. ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക C1 plus 2 C2 is equal to 5 ആ. അതിൽ C2ൻ്റെ വാല്യൂ 2 ആ. C2ന് 2 കൊടുത്താൽ ഇത് 4 ആവും. സോ C1 is equal to 1. C1 is equal to 1 ആണ്. അപ്പം നമുക്ക് C1ഉം കിട്ടി C2ഉം കിട്ടി. ഇത് നമുക്കൊരു വെക്ടറായിട്ട് എഴുതാം. സോ കോർഡിനേറ്റ് ഓഫ് വി ഇങ്ങനെ എഴുതാം. കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ്. സോ കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ് ഇസ് ഈക്വൽ ടു അത് ആരൊക്കെയാണ്? C1 1 ആണ്, C2 2 ആണ്. 1 2 ആണ്. ഇനി നമുക്ക് കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി കാണണം. അത് മുകളിൽ ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഈ 5 3യെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. സോ 5 3 ഞാൻ ഇവിടേക്ക് എഴുതുന്നു കേട്ടോ. സോ 5 3 ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു ഏതാ ഫസ്റ്റ് വെക്ടർ? 1 0. C1 ഇൻറ്റു 1 0 പ്ലസ് C2 ഇൻറ്റു 0 1 എന്നുണ്ടാവും. ഇതകത്തെ മൾട്ടിപ്ലൈ നോക്കി ഞങ്ങൾ ഇക്വേഷൻ ആക്കി മാറ്റിക്കേ. അപ്പോൾ C1 പ്ലസ് ഇവിടെ 0 വരിക. അപ്പോൾ C1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും 5. സോ C1 is equal to 5 ആൻഡ് C2 is equal to 3. അതേ വെക്ടർ തന്നെയാണ്. നമുക്കറിയാവുന്നതാ. സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചുകൊണ്ട് നിങ്ങൾ കോർഡിനേറ്റ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോർഡിനേറ്റ് വെക്ടർ സെയിം വെക്ടർ തന്നെയാണ് കിട്ടുക. സോ ഇവിടെ എഴുതിക്കാം. അത് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ചെയ്തത്. സോ കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഇസ് ഈക്വൽ ടു അത് ആരൊക്കെയാണ്? അത് 5 3 ആണ്. ക്ലിയർ? ഞാനതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം. നമുക്കിത് ആവശ്യമുണ്ട്, ഇതും ആവശ്യമുണ്ട്, ഇതും ആവശ്യമുണ്ട്. ഇതൊക്കെ മുമ്പ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നോക്കാം. ഇനി ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് പറയാം. ഈ സെക്ഷൻ നമ്മൾ പഠിക്കുന്നത് നമുക്കിതുപോലെ 2 ബേസിസ് തരും. ഒരു വെക്റ്റർ സ്പേസിൻ്റെ 2 ബേസിസ് തരും, ഒരു വെക്ടറും തരും. ആ വെക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലെ കോർഡിനേറ്റ്സ് വരും. കോർഡിനേറ്റ് ഓഫ് ദാറ്റ് വെക്ടർ റിലേറ്റീവ് ടു എനി വൺ ബേസിസ് ഏതെങ്കിലും ഒരെണ്ണം തരും. അതുപയോഗിച്ചുകൊണ്ട് മറ്റൊന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഒരു വെക്ടർ സ്പേസ് തരും, 2 ബേസിസ് തരും, ഒരു വെക്ടറും തരും. എന്നിട്ട് കോർഡിനേറ്റ് ഓഫ് ദിസ് വെക്ടർ റിലേറ്റീവ് ടു ഏതെങ്കിലും ഒരു ബേസിസ് തരും. ഇതാണ് നമ്മൾ എഴുതിയോ. ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് കാണണം? ഇത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അതാണ് മാർഗം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ അതിനെന്താണ് ചെയ്യാന്നുള്ള ഇപ്പം നമുക്ക് ആൻസറൊക്കെ അറിയാലോ. ഇപ്പം ഞാൻ എൻ്റെ പ്രൊസീജിയർ മാത്രം പറയാൻ പോവാം. ഇക്വേഷൻ ഇതാണ്. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എഴുതാം. കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ് കാണണം. ഏത് വെച്ചുകൊണ്ട്? ഇത് വെച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇതാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷാണ് കണ്ടത്. സോ കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ഏത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുക? കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഒരു മെട്രിക് സാധനം വരും പി. ആ പി എന്താണ്? ഇതാണ് സാധനം. ഇതെന്താണ്?
ഇതൊരു മെട്രിക്സാണ്. ഇതെന്താണ് ഞാൻ ഡീറ്റെയിൽ പറയാം. ഇതൊരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ പേരാണ് എന്ത്? പി. അതിനെ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ മെട്രിക്സ് എന്നാണ്. ആ പി എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഞാൻ ഇതെങ്ങനെ കിട്ടുന്ന ഇതൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമുക്ക് ഏതറിയാം? നമുക്ക് ഇതറിയാം. കോർഡിനേറ്റ് ഓഫ് ബി റിലേറ്റീവ് ടു ബി അറിയാം. അത് 5, 3 ആണെന്ന് കരുതിക്കോ. ഇത് കണ്ടുപിടിക്കണം. അത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സ് ഇപ്പോൾ തൽക്കാലം എനിക്ക് അറിയാം. അത് വെച്ച് നമുക്ക് ശരിയാണെന്ന് നോക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ് ഓഫ് ബി റിലേറ്റീവ് ടു ബി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാ അറിയാം? ഇതറിയാം. അതിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കും. എത്രയാണ്? അത് 5, 3 ആണ് അല്ലേ? അപ്പോൾ 5, 3 നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ വ്യക്തമായിട്ടാണ് എഴുതുന്നത്. 5, 3 നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ഒരു മെട്രിക്സ് വേണം. ആ മെട്രിക്സ് തൽക്കാലത്തേക്ക് ഞാൻ എഴുതുക. എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് പറയാം. നോട്ട് 1 മിനിറ്റ്. ഇതാണ് ആ മെട്രിക്സ്. ഏത് മെട്രിക്സ്? ട്രാൻസിഷൻ മെട്രിക്സ് പി ഫ്രം ബി ടു ബി ഡാഷ്. അപ്പൊ നമ്മൾ ഇതാണ് ഇക്വേഷൻ. ഇത് നമുക്കറിയാം. ഇത് കണ്ടുപിടിക്കണം. അതിന് എന്ത് കിട്ടിയാൽ മതി? ഈ മെട്രിക്സ് കിട്ടിയാൽ മതി. ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേര് ട്രാൻസിഷൻ മെട്രിക്സ് എന്നാ. ഫ്രം ബി ടു ബി ഡാഷ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ താഴെയുള്ള സെക്ഷനിൽ പറയാം. ഇനി ഇത് ശരിയാണോ നമുക്ക് നോക്കാം. ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ -1 × 5 -5 + 2 × 3 6 -5 and 6 1. ക്ലിയർ? ഇനി സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് 1 and 5 5 -1 and 3 -3 5 - 3 2. കിട്ടിയോ നോക്കൂ. സോ കോർഡിനേറ്റ് ഓഫ് ബി റിലേറ്റീവ് ടു ബി ഡാഷ് ഇസ് ഈക്വൽ ടു 1, 2 ആ. അതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ നോക്കിയേ. കോർഡിനേറ്റ് ഓഫ് ബി റിലേറ്റീവ് ടു ബി ഡാഷ് ഇസ് ഈക്വൽ ടു 1, 2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വെക്ടർ ഇല്ല കേട്ടോ. വെക്ടറിന്റെ ആവശ്യമില്ല. ഇത് വെച്ചോണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ഈ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് മാത്രം അറിയേണ്ടത്. അതാണ് ഈ സെക്ഷൻ പഠിക്കുന്നത്. ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസിഷൻ മെട്രിക്സ് എന്നാണ്. ക്ലിയർ? ആൻസർ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയാം. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കൂ. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് അല്ലേ എഴുതേണ്ടത്? അപ്പൊ ആദ്യം ബി ഡാഷ് എടുക്കുക. ബി ഡാഷ്. ആ ബി ഡാഷ് ഇവിടെ എഴുതുക. ഏതാ ബി ഡാഷ്? ഇതല്ലേ ബി ഡാഷ്. ഈ ബി ഡാഷ് ഇവിടെ നിങ്ങൾ കോളായിട്ട് എഴുതാം. ബി ഡാഷ് നോക്കിയാൽ ഏതൊക്കെയാ? 1, 1 2 1. ബി ടു ബി ഡാഷ് എഴുതും. ബി ഡാഷ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതാം. ഇനി ബി എഴുതാം. ഇതല്ലേ ബി. ബി ഇവിടെ കോളായിട്ട് എഴുതാം. ഏതൊക്കെയാ? 1 0 0 1. ഇനി ചെയ്യേണ്ട വർക്ക് എന്താ അറിയോ? ഇനി ചെയ്യേണ്ട വർക്ക് നിങ്ങൾ ഇതിനെ മാറ്റാം. ഇതിനെ മാറ്റിയിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റാം. ഇവിടെ 1 വരണം, താഴെ 0 വരണം. ഇവിടെ 1 വരണം, ഇവിടെ 0 വരണം. ഇവിടെ ലൈൻ ഉണ്ട് കേട്ടോ. ഇതിനെയാണ് നിങ്ങൾ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ ഓപ്പറേഷൻ മൊത്തത്തിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആണ്. അപ്പോൾ വർക്കൊന്നുമില്ല. ഞാൻ സെക്കൻഡ് റോന്ന് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. സോ 1 2 1 0 1 - 1 0 1 - 2 -1 0 - 1 -1 1 - 0 1. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 1 ആക്കി, താഴെ 0 ആക്കി. ഇനി ഇതിനെ 1 ആക്കണം, എന്നിട്ട് മുകളിൽ 0 ആക്കണം. ഇനി ഇവിടെ 1 ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 0 1 1 -1. മുകളിലൊരു മാറ്റമില്ല കേട്ടോ. 1 2 1 0. ഇവിടെ 1 വന്നു. ഇനി മുകളിൽ എന്ത് വരണം? 0 വരണം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 1. ഇവിടെ 2 2 and -2 0. 2 സബ്ട്രാക്ട് ചെയ്താൽ -1. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്താൽ 2. ഇവിടെ ഒരു മാറ്റമില്ല. 0 1 1 -1 കഴിഞ്ഞു. ഇപ്പം നോക്കൂ, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഈ മെട്രിക്സിനെ ഇപ്പം നമ്മൾ എന്താക്കി മാറ്റി? ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റി. ഇപ്പം നമുക്കിവിടെ ഒരു മെട്രിക്സ് ഇവിടെ ബാക്കി കിട്ടുന്നില്ലേ? ആ മെട്രിക്സ് ആണ് ഇയാൾ കണ്ടോ, -1 to 1 -1. ഇവിടെ കിട്ടുന്ന ആളാണ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. ക്ലിയർ?
ഇത് മാത്രമേ ഈ സെക്ഷനിൽ പഠിക്കാനുള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ട്രാൻസിഷൻ മെട്രിക്സ് കാണാനാവാം, ചിലപ്പോൾ എസ് ആയിട്ടൊക്കെ ചോദിക്കാം. ഷോ ദാറ്റ് ദിസ് ഇസ് എ ബേസിസ്, ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം പി ടു ബി ഡാഷ് ആൻഡ് യൂസിങ് ദാറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റഡ് ടു ബി ഡാഷ്. പി ഇക്വേഷൻ ചെയ്യാം. ഇനി തിരിച്ചാണെങ്കിലോ, നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇതല്ലേ കണ്ടുപിടിച്ചത്, പകരം ഇത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നാൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് യൂസ് ചെയ്തുകൊണ്ട്? കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റീവ് ടു ബി ഡാഷ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് വരില്ലേ, ട്രാൻസിഷൻ മെട്രിക്സ് വരില്ലേ. ട്രാൻസിഷൻ മെട്രിക്സ് എവിടെ നിന്ന് അങ്ങോട്ടാണ് വരിക? ബി ഡാഷിൽ നിന്ന് ബിയിലേക്ക്. നേരത്തെ ബിയിൽ നിന്ന് ബി ഡാഷിലേക്കായിരുന്നു, ഇപ്പോൾ ബി ഡാഷിൽ നിന്ന് എവിടേക്കാ? ബിയിലേക്കാ. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് കണ്ടുപിടിക്കണം. ആ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് താഴെ എഴുതാം. ആ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ബി ഡാഷ് ടു ബി അല്ലേ, അപ്പോൾ ആദ്യം നിങ്ങൾ ബി എടുക്കുക. ആ ബിയെ ഇവിടെ എഴുതാം. ബി ഏതായിരുന്നു? ഇതല്ലേ ബി, അത് കോളായിട്ട് എഴുതാം. അപ്പോൾ 1 0 0 1 ഒരു ലൈന്. ഇനി ഇത് എഴുതാം, ബി ഡാഷ് എഴുതാം. ഇതല്ലേ ബി ഡാഷ്, 1 1 2 1. ഇനി എന്താ നമ്മുടെ വർക്ക്? നമ്മുടെ വർക്ക് ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുക എന്നുള്ള, നേരത്തെ ഇതേപോലെ ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുക ഉണ്ടാവും ഇവിടെ. ശേഷം ഇവിടെ കിട്ടുന്ന മെട്രിക്സ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്താക്കി മാറ്റണം? ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. ഓൾറെഡി ഐഡന്റിറ്റി മെട്രിക്സ് ആണല്ലോ, നോക്കൂ, ഓൾറെഡി ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഈ മെട്രിക്സ് ആണ് നമ്മുടെ ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇവിടെ എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഏതാ മെട്രിക്സ്? 1 2 1 1 ഇൻറ്റു കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റഡ് ടു ബി ഡാഷ്. അത് ഏതായിരുന്നു? ആ ക്വസ്റ്റ്യൻ തരൂ കേട്ടോ. അതേതാ അവിടെ? 1 2 1 2 മൾട്ടിപ്ലൈ നോക്കിയാൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 4 1 പ്ലസ് 4 എത്ര വന്നു? 5. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് 2 3. നമ്മുടെ ആൻസർ കിട്ടും നോക്കിയാൽ. സോ കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റഡ് ടു ബി ഇസ് ഈക്വൽ ടു 5 3 ആണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. കോർഡിനേറ്റ് ഓഫ് വി റിലേറ്റഡ് ടു ബി ഇസ് ഈക്വൽ ടു 5 3 ആണ്. ഇതാണ് കാര്യം. ഈ ഒറ്റ കാര്യം മാത്രമേ ഈ സെക്ഷനുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലും നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഇത് പി ഫ്രം ബി ടു ബി ഡാഷ് കണ്ടു, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. പിന്നെ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബിയും കണ്ടു. ഇത് നമുക്ക് ഇതല്ലേ കിട്ടിയത്, ഇതോ കിട്ടിയത്. അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. മൾട്ടിപ്ലൈ നോക്കിയാൽ -1 2 1 -1 ഇൻറ്റു 1 2 1 1. മൾട്ടിപ്ലൈ നോക്കാം നമുക്ക്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം. സോ -1 പ്ലസ് 2 1. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം. -2 പ്ലസ് 2 0 1 -1 0 2 and -1 1. ഇതെന്താ സാധനം നോക്കൂ, ഇത് ഐഡന്റിറ്റി മെട്രിക്സാണ്. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണമെങ്കിൽ ഇവർ നമ്മൾ റിലേഷൻഷിപ്പ് എന്താണ്? ഒന്ന് മറ്റൊന്നിന് ഇൻവേഴ്സാണ്. അപ്പോൾ ഇത് പി ഫ്രം ബി ടു ബി ഡാഷും പി ഫ്രം ബി ഡാഷ് ടു ബി നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് പി ആണെങ്കിൽ ഇത് പി ഇൻവേഴ്സാണ്, അല്ലെങ്കിൽ ഇത് പി ആണെങ്കിൽ ഇതാരാണ്? പി ഇൻവേഴ്സാണ്. അങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ടെക്നിക്കൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ വർക്ക് ചെയ്യേണ്ടതുമില്ല. ഓക്കെ അല്ലേ? ഇവിടെ ഇത് എളുപ്പമുള്ള കാരണം എന്താ അറിയോ? ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വേറെ വർക്കുകളൊന്നും ചെയ്യാറുള്ളത് അല്ലേ. ഇനി നേരെ തിരിച്ച് നോക്കൂ, ഇതിൽ കുറച്ചുകൂടെ എളുപ്പം എന്താ അറിയോ? നിങ്ങൾ ഇതാദ്യം കണ്ടുപിടിക്കുക സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചുകൊണ്ട് അല്ലേ. എന്നിട്ട് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ ഇത് കിട്ടില്ലേ? കിട്ടും. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഈ മെത്തേഡ് ക്ലിയർ ആവാനാണ്. ഓക്കെ, ഇൻവേഴ്സ് കാണാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താണ്? പഴയ കാര്യങ്ങൾ ഓർക്ക്, അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്നാണ് അല്ലേ. 2/2ൻ്റെ കേസിൽ അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. എന്തായിരുന്നു? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക, ഓഫ് ഡയഗണലിൻ്റെ സൈൻ മാറ്റുക, അഡ്ജോയിൻ്റ് കാണാൻ. അപ്പോൾ നമുക്കിനി അഡ്ജോയിൻ്റ് കൊണ്ടുപോകാം. മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുക,
ഒരു മാറ്റമില്ല, 1 1 തന്നെ, 1 and 1. ഇതിൻ്റെ സൈൻ മാറ്റുക. ഇവിടെ എന്തുണ്ടാവും? -2 and -1 ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എത്ര എവിടെ നോക്കിയേ? 1 -2 -1 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിനെയും സൈൻ മാറ്റിയാൽ മതി. സൈൻ മാറ്റുകയാണെങ്കിൽ സോ -1 2 1 -1 അല്ല, അതല്ല ഇവിടെ കിട്ടിയ മെട്രിക്സ് നോക്കിയാൽ, നമ്മുടെ നേരത്തെ മെട്രിക്സ് അല്ല, ഇതിൻ്റെ ഇൻവേഴ്സ് കിട്ടാൻ -1 to 1 -1. അങ്ങനെ പല ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാം. ആദ്യം നിങ്ങൾ മെത്തേഡ് പഠിക്കുക, ഒരു വശം കൂടെ നമുക്ക് ആവർത്തിക്കാം. ഓക്കെ.